Hi everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസ് ഓഫ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്കിലെ ലാസ്റ്റ് രണ്ട് കേസ്, അഞ്ചാമത്തെ കേസും ആറാമത്തെ കേസും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 6 കേസസ് ഉണ്ടായിരുന്നു ടോട്ടൽ. അതിൽ കഴിഞ്ഞ 2 വീഡിയോസ് ആയിട്ട് നമ്മൾ നാല് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് 5th and 6th കേസസ് ആണ്. 5th and 6th കേസസ്. സോ ഇതിൽ അഞ്ചാമത്തെ കേസിലേക്ക് നോക്കുക. 5th കേസിൽ പറയുന്നത് when the debentures redeemable at par. ശ്രദ്ധിക്കുക, ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് റിഡീമബിൾ അറ്റ് പാർ ആണ്. ആൻഡ് ദീസ് ആർ പർച്ചേസ്ഡ് മോർ ദാൻ ദ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂവിനേക്കാളും കൂടുതൽ റേറ്റിൽ പർച്ചേസ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് പ്രീമിയം. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ പാർ വാല്യൂ റിഡീം ചെയ്യുമ്പോൾ 100 രൂപ പാറിനാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ റിഡീം ചെയ്യുന്ന ആ ഒരു ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്. പ്രീമിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ if the debenture or if the purchase price is more than the face value, face വാല്യൂവിനേക്കാളും കൂടുതലാണ് പർച്ചേസ് പ്രൈസ് എങ്കിൽ there is a loss. അവിടെ ഒരു ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ഇതിന്റെ പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ്, കഴിഞ്ഞ 4 കേസസ് നമ്മൾ ഇതിന്റെ പ്രോഫിറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ there is a loss arising. കാരണം എന്താ? പ്രീമിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. എവിടുന്ന്? ഓപ്പൺ മാർക്കറ്റിൽ നിന്നുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇൻ ദിസ് സിറ്റുവേഷൻ ദ ജേർണൽ എൻട്രി പ്രൊവൈഡഡ് ഷുഡ് ബി, നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എന്തായിരിക്കണം? ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് റിഡംഷൻ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി, അതായത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ പറഞ്ഞു നോമിനൽ വാല്യൂവിനേക്കാളും കൂടുതലാണ്, അതായത് പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ there is a loss on redemption of debentures, loss on redemption of debentures account debit to bank account. എങ്ങോട്ട്? ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പം ഡിബഞ്ചേഴ്സിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ദ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ കാണിക്കേണ്ട വാല്യൂ ഏത് വാല്യൂ തന്നെയാണ്? നോമിനൽ വാല്യൂ തന്നെയാണ്. ലോസ് എത്രയാണ് കാണിക്കേണ്ടത്? ദ എക്സസ് എമൗണ്ട് പെയ്ഡ്. എക്സസ് എമൗണ്ട് പെയ്ഡ്, അതായത് നമ്മൾ നോമിനൽ വാല്യൂവിനേക്കാളും കൂടുതൽ എത്ര കൊടുത്തിട്ടാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇത് ലോസ്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് വിത്ത് എമൗണ്ട് ടോട്ടൽ പെയ്ഡ്, വിത്ത് എമൗണ്ട് പെയ്ഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എൻട്രി. ഓക്കെ, ഇനി ലോസ് ആണ് അറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, if the purchase price of the debenture is more than the nominal value, nominal വാല്യൂവിനേക്കാളും കൂടുതലാണ് അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ there is a loss. എന്നർത്ഥം പറഞ്ഞാൽ there is a loss on redemption or loss on the purchase of such a debenture. Okay, and this loss will be loss of എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആണ് റൈസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടെ ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാപിറ്റൽ റിസ്കിലേക്ക് നമ്മൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇതേപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ലോസ് നമ്മൾ ഇനി എന്ത് ചെയ്യണം? സോ ദിസ് ലോസ് ഷുഡ് ബി റിട്ടേൺ ഓഫ് അഗെയിൻസ്റ്റ്. ഈ ലോസ് എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ദ ലോസ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട്, ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് റൈസ് ഉണ്ട്. അപ്പൊ ഈ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഈസ് എ ക്യാപിറ്റൽ ലോസ്. അത് തന്നെയാണ്, ഒരു ക്യാപിറ്റൽ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം? ഇത് റൈറ്റ് ഓഫ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഓഫ് അഗെയിൻസ്റ്റ് ഏത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പൊ ഇത് ക്യാപിറ്റൽ ലോസ് ആയതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റിനെതിരെയായിട്ട് എന്ത് ചെയ്യണം?
റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ജേർണൽ എൻട്രി കൂടി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇഫ് ദർ ഈസ് നോ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഇനി അഥവാ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ക്യാപിറ്റൽ റിസർവ് ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ടോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. Okay, so the journal entry will be capital reserve account debit, capital reserve account debit if exist, നിലവിലുണ്ടെങ്കിൽ. Okay, if exist, അല്ലെങ്കിൽ capital reserve, capital profit, or we may say that securities premium reserve account, securities premium reserve account, that is also if exist. ആ അക്കൗണ്ട് നിലവിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവോയ്ഡ് ചെയ്യേണ്ടത്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. അപ്പൊ നോക്കുക, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈഫ് എക്സിസ്റ്റ് ഇത് രണ്ടും നമ്മുടെ സംബന്ധിച്ച് എന്താണ്, ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. ഈ ഇൻഡാക്ട് അതല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്ട്ലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെതിരെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫിഫ്ത്ത് കേസ്. ഫിഫ്ത്ത് കേസിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യം, ഫിഫ്ത്ത് കേസിൽ ഞാൻ പറഞ്ഞു ഫേസ് വാല്യൂവിന് റിഡീം ചെയ്യേണ്ട സാധനം, അതായത് പാർ വാല്യൂവിന് റിഡീം ചെയ്യേണ്ട ഐറ്റം നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്രീമിയത്തിന് പർച്ചേസ് ചെയ്തു. ദർ ഈസ് എ ലോസ് അറൈസിംഗ്. ഓക്കെ, സോ ലെറ്റ് us look at an example. നോക്കുക, ഇവിടെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 5,000 debentures of rupees 100 redeemable at par. 5000 ഡിബഞ്ചേഴ്സ് ഉണ്ട്, പാർ വാല്യൂ എത്രയാണ്, 100 ആണ്. റിഡീമബിൾ എത്രയാണ്, വാല്യൂ എത്രയാണ്, 100 ആണ്. റിഡീമബിൾ എത്രയാണ്, അറ്റ് പാറിന് തന്നെയാണ്. ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് rupees 1 lakh റിഡീംഡ് എവറി ഇയർ. 1 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂ വരുന്ന 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് എല്ലാ വർഷം എന്ത് ചെയ്യുന്നുണ്ട്, റിഡീം ചെയ്യുന്നുണ്ട് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പെർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓഫ് rupees 1 lakh, 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തു. എത്രയ്ക്കാ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അറ്റ് rupees 105 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 100 രൂപയുടെ റിഡീമബിൾ അറ്റ് പാർ ആയിട്ടുള്ള ഈ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തത് എത്രയ്ക്കാണ്, 105 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ നോർമലി നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ട ജേർണൽ എൻട്രീസ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണ്, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, വിച്ച് മീൻസ് 1 lakh റുപ്പീസിന്റെ 15% നമുക്കറിയാം. റിഡീം ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ഒരു വർഷം, ആ റിഡീം ചെയ്യുന്ന എമൗണ്ടിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. 15,000. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്, DRR അക്കൗണ്ട്. സോ സ്റ്റേറ്റ്മെന്റ്
statement of profit and loss account debit to debenture redemption reserve account like നമ്മളത് debenture redemption reserve account like create ചെയ്ത് 25% of the total face value or nominal value debenture nominal value 25% total face value നമ്മൾ എന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ടോട്ടൽ വാല്യൂ വരുന്നത് 5 lakh ഇൻറ്റു 5,000 into 100, 5 lakh, 5 lakh into 25%. That means 1,25,000. 1,25,000 will be the amount. Okay. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നോക്ക് നമ്മൾ ഇവിടെ 15% ആയിരുന്നു. ഇവിടെ 15% എടുത്തത് എത്രേന്റെ ആയിരുന്നു? 1 lakhന്റെ ആയിരുന്നു. Okay, 1 lakh into 15%. Then ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് 5 lakh ആണ്. അതായത് 5 lakh എന്ന് പറയുന്നത് 5,000 into 100, 5 lakh into 25% debenture redemption reserve അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷനുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രി നമ്മൾ എഴുതണം. സോ റിഡംഷനുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. നോമിനൽ വാല്യൂ യൂസ് ഡെബിറ്റ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ട് എന്താണ്? ഓരോ വർഷവും 1,00,000 രൂപയുടെ ഡിബഞ്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. സോ 1,00,000 രൂപയുടെ ഡിബഞ്ചർ. ഡിബഞ്ചറിന്റെ അക്കൗണ്ട് എത്രയാണ്? 1 lakh. ഓക്കെ, ദിസ് ഇസ് ദ നോമിനൽ വാല്യൂ. ഈ വർഷം നമ്മൾ റിഡീം ചെയ്ത സമയത്ത്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് സമയത്ത് നമ്മൾ 100 രൂപയുടെ സാധനം നമ്മൾ 105 രൂപയ്ക്കാണ് വാങ്ങിയത്. ദാറ്റ് മീൻസ് വി ആർ ഹാവിംഗ് എ ലോസ്. സോ ലോസ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണ്? 5,000. ഈ 5,000 എങ്ങനെ കിട്ടി? അതായത് 1 lakh ഷെയർ, 1 lakh ഡിബഞ്ചർ എന്ന് പറയുന്നത് 1000 into 100 ആണ്. ക്ലിയർ? 1000 into 100, അതായത് 1000 ഷെയർ ആണ് റിഡീം ചെയ്തിട്ടുള്ളത് 100 രൂപയുടെ. ഓക്കെ, 1 lakh. ഇതേ സാധനം നമ്മൾ 1000 into 5, ലോസ് വന്ന് എത്രയാണ്? 5 ആണ്. കാരണം എന്താ? നമ്മൾ 100 രൂപയുടെ സാധനം 105 വാങ്ങി. അധികം വന്ന എത്രയാണ്? പ്രീമിയം എത്രയാണ് വന്നത്? 5 rupees ആണ് പ്രീമിയം വന്നത്. ആ പ്രീമിയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് 5,000. ഓക്കെ, നമ്മൾ ബാങ്ക് ത്രൂ എത്രയാണ് കൊടുത്തത് ഇത് പർച്ചേസ് ചെയ്യാൻ? അത് അടുത്തേക്ക് കാണിക്കുക. ടു ബാങ്ക് 1,05,000. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ലോസ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ. ഓക്കെ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, നോമിനൽ വാല്യൂ 1 lakh. ലോസ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ, അതായത് പ്രീമിയത്തിനാണ് നമ്മൾ പർച്ചേസ്. അപ്പൊ പ്രീമിയം എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട്. ഇവിടെ 1000 ഡിബഞ്ചർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയത്തിന് എത്ര രൂപ? പ്രീമിയത്തിന് 5 രൂപ പ്രീമിയത്തിന്. അപ്പൊ 1000 into 5, 5000. ഓക്കെ, ടു ബാങ്ക് ക്യാഷ് എത്ര കൊടുത്ത്? 1,05,000 rupees. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദ എൻട്രി ഫോർ റിഡംഷൻ. ഓക്കെ, ഇനി ഈ 5000 നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ ഈ ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം ഏതാണ് കൊടുക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു loss on debenture redemption account. Loss on debenture redemption account amount എത്രയാണ്? 5,000. Okay, so this is the case number 5. അപ്പൊ ഇവിടെ നോമിനൽ വാല്യൂവിന്റെ സാധനം, അതായത് പാർ വാല്യൂവിന് റിഡീം ചെയ്യേണ്ട ഡിബഞ്ചർ നമ്മള് പ്രീമിയത്തിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ദർ ഈസ് എ ലോസ്. ഓക്കെ, ഇനി കേസ് നമ്പർ
6. In case number 6, 5 പോലെ തന്നെയാണ് കേസ് നമ്പർ 6ഉം പറയുന്നത്. ചെറിയൊരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റിഡംഷനും പ്രീമിയത്തിനാണ്, പർച്ചേസ് ചെയ്തിരിക്കുന്നതും പ്രീമിയത്തിനാണ്. ക്ലിയർ? ശ്രദ്ധിക്കുക, ഇവിടെ റിഡംഷൻ എങ്ങനെയാണ്? പ്രീമിയത്തിനാണ്. റിഡീമബിൾ അറ്റ് പ്രീമിയം ആണ്. അതുപോലെ തന്നെ പർച്ചേസ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് എങ്ങനെ തന്നെയാണ്? പ്രീമിയത്തിനാണ്. അപ്പൊ ഇവിടെ രണ്ട് സിറ്റുവേഷനിലും എന്താണ്? പ്രീമിയം ആണ്. ഡിബഞ്ചറിന്റെ വാല്യൂ പ്രീമിയത്തിനാണ്. വാങ്ങുന്നതും റിഡീം ചെയ്യുന്നതും പ്രീമിയത്തിനാണ്, പർച്ചേസ് ചെയ്യുന്നതും പ്രീമിയത്തിനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ എന്തുണ്ട്? ലോസ് ഓൺ പ്രീമിയം ഉണ്ട് എന്നറിയാം. അതേപോലെ തന്നെ പ്രീമിയത്തിന് റിഡീം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പ്രീമിയത്തിന് ഈ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിക്കുക, നമ്മൾ പ്രീമിയത്തിന് റിഡംഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതായത് റിഡംഷൻ പ്രീമിയത്തിനാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? പാർട്ടിക്ക് കൊടുക്കേണ്ടതില്ല. ആ എമൗണ്ട് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. സോ അത് നമ്മളുടെ പ്രോഫിറ്റ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം, പ്രീമിയവുമായി ബന്ധപ്പെട്ട എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് നമ്മുടെ കേസ് നമ്പർ 1, 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. അപ്പൊ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. അപ്പൊ ഇനി ഇവിടെ പ്രീമിയത്തിനാണ് റിഡംഷൻ, അപ്പൊ അത് നമ്മുടെ പ്രോഫിറ്റ് ആണല്ലോ. അപ്പൊ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, പ്രീമിയം ഓൺ redemption of debenture account debit. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ലോസ് നമുക്ക് ഇവിടെ റൈസ് ഉണ്ട്. കാരണം എന്താ? നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതും പ്രീമിയത്തിനാണ്. പ്രീമിയത്തിന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോസ് ആണ്. നമ്മൾ കേസ് നമ്പർ 5 നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദർ ഈസ് എ ലോസ്. അപ്പൊ ലോസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അതും ഡെബിറ്റ് ചെയ്യണം. ലോസ് ഓൺ redemption of debenture account debit. Okay, loss on debenture account debit. To loss on debenture account debit to ബാങ്ക് ക്യാഷ് പോയത്. നമ്മൾ പറഞ്ഞു ഒരു പ്രീമിയം ഉണ്ട്, നമുക്ക് പ്രോഫിറ്റ് ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ പറയാം പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, സിറ്റുവേഷൻ നോക്കുക, രണ്ടും പ്രീമിയത്തിനാണ്. റിഡീമബിളും പ്രീമിയം ആണ്, പർച്ചേസും പ്രീമിയം ആണ്. റിഡംഷൻ പ്രീമിയം ആയതുകൊണ്ട് നമുക്കറിയാം ആ എമൗണ്ട് കൊടുക്കേണ്ടതില്ല, അത് പ്രോഫിറ്റ് ആണ്. അതാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത്. പ്രീമിയത്തിന് തന്നെ പർച്ചേസ് ആയതുകൊണ്ട് അവിടെ ലോസ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലോസ് നമ്മൾ കാണിക്കും. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നുണ്ട്, ലോസ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ നോക്കാം. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, loss on the redemption of debenture account debit to bank, to profit on redemption of debenture. Okay, ഇനി ഇതിന്റെ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ഇവിടെ പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നുണ്ട്, ലോസ് അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഫിറ്റിനും ലോസിനും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ
നമ്മൾ പ്രോഫിറ്റിനെയും ലോസിനെയും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ ഞാൻ പറഞ്ഞു ഗെയിൻ ആണെന്ന് പറഞ്ഞു. അതേസമയം എക്സസ് എമൗണ്ട് പെയ്ഡ് ഈസ് ലോസ്. ഓക്കെ, ശ്രദ്ധിക്കുക. പ്രീമിയം ഗെയിൻ ആണ്, എക്സസ് എമൗണ്ട് പെയ്ഡ് ലോസ് ആണ്. അപ്പൊ ഒരു ലാഭമുണ്ട്, ഒരു നഷ്ടമുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ, ഇഫ് ദ ഗെയിൻ ഈസ് ഗ്രേറ്റർ, ഓക്കെ, ഗെയിൻ ഈസ് greater than, okay, if the gain is greater than the loss, okay, gain എന്താണ്, ഗ്രേറ്റർ ആണ് ലോസിനെക്കാളും. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ ഗെയിൻ എന്നുകൊണ്ട് പറയുന്നതും ലോസ് എന്നുകൊണ്ട് പറയുന്നത് എന്താണ്, ഗെയിൻ എന്താണ്, പ്രീമിയം ആണ്. ഓക്കെ, ഗെയിൻ എന്താണ്, പ്രീമിയം ആണ്. ലോസ് എന്താണ്, പെർച്ചേസ് എമൗണ്ട് ആണ്. പ്രീമിയം എമൗണ്ടും മറ്റേ പെർച്ചേസ് എമൗണ്ടും. ഓക്കെ, അതായത് എക്സസ് കൊടുത്ത, പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സസ് എമൗണ്ട്. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനിൽ ഓക്കെ ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ റിസർവ്. നമ്മൾ എന്ത് ചെയ്യും, ഇഫ് ദ ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോസ് ഇറ്റ് വിൽ റിസൾട്ട് ടു ദ നെറ്റ് profit will be transferred to capital reserve. അതായത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ആണ് റൈസ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആ സമയത്ത് ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു profit on redemption of debenture account debit to loss on redemption and to capital reserve. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാലൻസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവ്. അപ്പൊ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് ഏത് എമൗണ്ടാ, ഗെയിൻ എമൗണ്ട് ആണ്. ഓക്കെ, പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ്, ഗെയിൻ എമൗണ്ട് ആണ്. ഓക്കെ, പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ്, ഗെയിൻ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലോസ് ഓൺ റിഡംഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ലോസ് എമൗണ്ട് ആണ്. ഇത് രണ്ടിന്റെയും നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് കാണിക്കേണ്ടത്, ക്യാപിറ്റൽ റിസർവിലേക്ക് കാണിക്കേണ്ടത്. അത് നെറ്റ് പ്രോഫിറ്റ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇഫ് ലോസ് ഓൺ റിഡംഷൻ, അതായത് ലോസ് ഓൺ റിഡംഷൻ ആണ് ഇതിനേക്കാളും കൂടുതൽ, പ്രീമിയത്തിനേക്കാളും കൂടുതൽ, പ്രീമിയം ഓൺ റിഡംഷനേക്കാളും കൂടുതൽ. ഇഫ് ലോസ് ഓൺ റിഡംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രീമിയം ഓൺ റിഡംഷൻ, ഇഫ് ലോസ് ഓൺ റിഡംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ, then there is a net loss. അപ്പൊ അവിടെ റൈസ് എന്താണ്, നെറ്റ് ലോസ് ആണ്. അത് ലോസ് ഓൺ റിഡംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രീമിയം payable on redemption, there arises a net loss, and this net loss should be transferred to
ക്യാപിറ്റൽ റിസർവ്. അത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദ ജേർണൽ എൻട്രി വി ഷുഡ് പ്രൊവൈഡ് ഈസ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ of debenture account debit, profit on redemption of debenture account debit to profit on redemption of debenture account debit, loss on profit on redemption of debenture account debit, capital reserve account debit to loss on redemption account, to loss on റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അതായത് ഞാൻ സ്ക്രീനിൽ എഴുതുന്നില്ല, ദർ ഈസ് എ ടെക്നിക്കൽ ഇഷ്യൂ, സോ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വോയിസ് ആയിട്ട് പറയുന്നത്, എഴുതാത്തത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ഇപ്പം നെറ്റ് ലോസ് ആണെങ്കിൽ, അതായത് ഇഫ് ദ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഈസ് ഗ്രേറ്റർ ദാൻ premium payable on the redemption, there arises a net loss. അവിടെ net loss arise ചെയ്യുന്നുണ്ട്. And this net loss should be transferred to capital reserve. ഈ net loss എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? capital reserveലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ in that situation the journal entry should be, journal entry എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്? Profit on redemption of debenture account debit, capital reserve account debit or capital reserve account debit to loss on redemption of debenture, to loss on redemption of debenture. Okay, അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നെറ്റ് ലോസ് എമൗണ്ട്, എത്രയാണ് ലോസ് വന്ന ലോസ് എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മളുടെ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക, അവിടെ 5000 ഡിബഞ്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 5000 ഡിബഞ്ചേഴ്സ് ആണ്. 5000 ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഈച്ച് റിഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10%. 10% പ്രീമിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. 10% പ്രീമിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു ഡിബഞ്ചേഴ്സ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 1 lakh റിഡീംഡ് എവറി ഇയർ. ഓരോ വർഷവും 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിഡീം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രം ഓപ്പൺ മാർക്കറ്റ്. And purchased, and the company has purchased debentures of rupees 1 lakh at rupees 106. അപ്പൊ കമ്പനി പർച്ചേസ് ചെയ്തു, ഡിബഞ്ചേഴ്സ് പർച്ചേസ് എത്രയ്ക്ക്? 1 ലക്ഷം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എത്ര രൂപയ്ക്ക്? 106 രൂപയ്ക്ക്. ദാറ്റ് മീൻസ് ദർ ഈസ് എ പ്രീമിയം ഓഫ് റുപ്പീസ് 6 rupees. ഓക്കെ, 6 രൂപയുടെ പ്രീമിയം ഉണ്ട് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ പറഞ്ഞു നമുക്ക് ഇവിടെ പ്രീമിയം നമുക്കിവിടെ പ്രീമിയം ഓൺ പർച്ചേസ് ഉണ്ട്, ഓൺ പർച്ചേസ് ഉണ്ട്. പ്രീമിയം ഓൺ പർച്ചേസ് വരുന്നത് എത്രയാണ്? 6 rupees ആണ്. ക്ലിയർ? പ്രീമിയം ഓൺ പർച്ചേസ് വരുന്നത് എത്ര രൂപയാണ്? 6 rupees ആണ്. ഓക്കെ, പ്രീമിയം ഓൺ പർച്ചേസ് വരുന്നത് 6 rupees ആണ്. ഓക്കെ, അപ്പൊ പ്രീമിയം ഓൺ പർച്ചേസ് വരുന്നത് 6 rupees-ഉം പ്രീമിയം ഓൺ പർച്ചേസ് വരുന്നത് 6 rupees-ഉം. അത് കൂടാതെ നമുക്ക് വീണ്ടും വന്നിട്ടിരിക്കുന്ന കാര്യം എന്താണ്? റിഡീമബിൾ അറ്റ്, ഓക്കെ, റിഡംഷൻ എങ്ങനെയാണ്? റിഡംഷനും പ്രീമിയത്തിനാണ്. ആ പ്രീമിയം വരുന്ന എത്രയാണ്? 10%. 100 രൂപയുടെ 10%, അതായത് എത്ര? 10 rupees-നാണ് എന്ത് വരുന്നത്? പ്രീമിയവും വരുന്നത്. അപ്പൊ premium on redemption is 10 rupees and premium on purchase is 6 rupees. അപ്പൊ ഇവിടെ 6 rupees-നാണ് അത് ലോസ് ആണ്. അപ്പൊ നമ്മളുടെ സിറ്റുവേഷൻ എന്താ ഇവിടെ? പ്രീമിയം ഓൺ പർച്ചേസ് ഈസ് മോർ ദാൻ ലോസ് ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ പർച്ചേസ് ഈസ് മോർ ദാൻ ലോസ് ഓൺ റിഡംഷൻ. അപ്പൊ ജേർണൽ എൻട്രി, സെക്കൻഡ് ജേർണൽ എൻട്രി നമുക്ക് മനസ്സിലായി ഏത് ജേർണൽ എൻട്രി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്ക്. ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ നോക്ക്. ഫസ്റ്റ് ജേർണൽ എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ജേർണൽ എൻട്രി വിൽ ബി, ആദ്യത്തെ ജേർണൽ എൻട്രി നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഞാനത് ഇതിൽ റിസർവ് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് ഇതിന്റെ എൻട്രിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഫസ്റ്റ് എൻട്രി എന്താ? ഡിബഞ്ചേഴ്സ്
account debit. Okay, then നമ്മൾ പറഞ്ഞു premium on debenture. Okay, premium on debenture ഉണ്ട്, അതായത് premium on redemption, premium on redemption of debenture account debit. Then നമുക്ക് വേറെ വന്നിട്ടുള്ളത് loss ഉണ്ട്, loss on redemption, loss on redemption account, loss on redemption account debit to bank, to profit on redemption, to profit on redemption. ഇത്രയാണ് ഇതാണ് ജേർണൽ എൻട്രി. അപ്പൊ ഇനി നമ്മൾ എമൗണ്ടുകൾ നോക്കാം. റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് എത്ര തന്നെയാണ്? നോമിനൽ എമൗണ്ട് ആണ്. നോമിനൽ എമൗണ്ട് ആയിട്ടുള്ള നോമിനൽ എമൗണ്ട് ആയിട്ടുള്ള എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 1 lakh ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, 1 lakh rupees ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ എത്രയൊക്കെയാണ് പ്രീമിയം, ഏത് എമൗണ്ട് പ്രീമിയത്തിന് എടുത്ത് എത്രയാണ് നമുക്ക് പ്രീമിയം വന്നിട്ടുള്ള എമൗണ്ട്? നമുക്ക് എത്രയാണ് പ്രീമിയം വന്നിട്ടുള്ളത്? പ്രീമിയം എത്രയാ? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാ? 10 രൂപയാണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ 1 lakh rupeesന്റെ ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 1000 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ എന്തിട്ടുള്ളത്? റിഡീം ചെയ്തിട്ടുള്ളത്. അപ്പൊ 1000 into 10 ദാറ്റ് മീൻസ് 10,000. ഓക്കെ, 10,000. ഇനി നമ്മളെ സമയത്തോളം നമുക്ക് ലോസ് എത്രയാ വന്നിട്ടുള്ളത് നോക്കാം. ലോസ്, അപ്പൊ ലോസ് ഓൺ ഡിബഞ്ചർ, ലോസ് ഓൺ ഡിബഞ്ചർ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം ലോസ് എത്രയാ വന്നിട്ടുള്ളത്? ലോസ് ഈസ് 6 rupees. പ്രീമിയം ഓൺ പർച്ചേസ്, പർച്ചേസ് ചെയ്ത് 100 രൂപയുടെ സാധനം 106 രൂപയ്ക്ക് പർച്ചേസ്, അതായത് 6 rupees ആണ്. എത്ര ഡിബഞ്ചർ എടുത്തിട്ടുണ്ട്? 1000 ഡിബഞ്ചേഴ്സ്. സോ 1000 into 6, 6,000 ഡിബഞ്ചേഴ്സ്, or sorry 6,000 വാല്യൂ. ടു ബാങ്ക്, ബാങ്കിലേക്ക് എത്ര വരണം? ബാങ്കിലേക്ക് എത്രയാണ് വരേണ്ടത്? ബാങ്കിലേക്ക് എത്രയാണ് വരേണ്ടത്? ടു ബാങ്ക് നമ്മൾ എത്രയാ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും 6000 രൂപയുടെ ലോസും, അത് മൊത്തം 1,06,000 ആണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1,06,000 rupees ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പേ ചെയ്തിട്ടുള്ളത്. പ്രോഫിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 10,000 rupees നമുക്ക് എന്താണ്? പ്രോഫിറ്റും ആണ്. ഓക്കെ, ഇത് 10,000 rupees പ്രോഫിറ്റ് എങ്ങനെയായതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, അതായത് പ്രീമിയം ഓൺ ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ 10,000. പ്രീമിയത്തിനാണ് റെഡി, അത് നമ്മൾ കൊടുക്കേണ്ടതില്ല, നമ്മളിവിടെ കാണിച്ചു. ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 6,000 നമ്മൾ പേ ചെയ്തു, 6,000 രൂപ നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട്, അത് ലോസ് ആണ്. 106 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബാങ്കിൽ 1,06,000. പ്രോഫിറ്റ് എത്രയാണ്? റിഡംഷൻ മെത്തേഡ് പ്രോഫിറ്റ് എന്നാണ് 10,000. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ജേർണൽ എൻട്രിയിൽ ഒരു ലോസും വന്നിട്ടുണ്ട്, ഒരു പ്രോഫിറ്റും വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോഫിറ്റും ഉണ്ട്, ലോസും ഉണ്ട്. അപ്പൊ ഇതിൽ പ്രോഫിറ്റ് ആണോ കൂടുതൽ, ലോസ് ആണോ കൂടുതൽ നമ്മൾ നോക്കുക. പ്രീമിയം ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 10,000 which is greater than loss on redemption account 6,000. അപ്പൊ പ്രോഫിറ്റ് ആണ് കൂടുതൽ. ദാറ്റ് മീൻസ് ദർ ആസ് എ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ അറൈസ് ചെയ്തിട്ടുള്ളത്. സോ നെറ്റ് പ്രോഫിറ്റ് അറൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മള് ജേർണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് debenture account, profit on redemption of debenture account debit. Okay, profit on redemption of debenture account debit to loss on redemption, to loss on redemption, to loss on redemption to
capital reserve to capital reserve. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞു, നമ്മളിവിടെ പ്രൊവൈഡ് ജേർണൽ എൻട്രി to capital reserve, profit on redemption of debenture account debit to loss to capital reserve. ഇനി amount നോക്കുക, profit on redemption of debenture account എത്ര amount പറഞ്ഞിട്ടുള്ളത് 10,000 rupees ആണ്. ഓക്കെ, profit on redemption എത്ര പറഞ്ഞിട്ടുള്ളത് 10,000 rupees ആണ്. ഓക്കെ, profit എത്ര പറഞ്ഞിട്ടുള്ളത് 10,000 rupees ആണ്. ഇനി ലോസ് ഓൺ റിഡംഷൻ, എത്രയാ പറഞ്ഞിട്ടുള്ളത്, ലോസ് ഓൺ റിഡംഷൻ എത്രയാ പറഞ്ഞിട്ടുള്ളത് 6,000 ആണ്. ഓക്കെ, എത്രയാ 6,000. ലോസ് എത്രയാണ് 6,000 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൊ നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എത്രയാണ് 10,000 rupees പ്രോഫിറ്റും 6,000 rupees ലോസും. അത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എത്ര റൈസ് വരുന്നുണ്ട് 4,000 rupees. ഈ 4,000 rupees നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഈ 4,000 rupees നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ജേർണൽ എൻട്രി. അപ്പൊ ഇവിടെ പ്രോഫിറ്റും ലോസും വരുന്ന സിറ്റുവേഷനിൽ പ്രോഫിറ്റും ലോസും നോക്കിയിട്ട് ഏതാണോ കൂടുതലുള്ളത്, ഇപ്പൊ ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആവാം, ഒന്നെങ്കിൽ നെറ്റ് ലോസ് ആവാം. ഇവിടുത്തെ സിറ്റുവേഷൻ നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ 6,000 ടു ക്യാപിറ്റൽ റിസർവ് 4,000. ഇതല്ല സിറ്റുവേഷൻ, ലോസ് ആണ്, നെറ്റ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് എത്രയാണോ എമൗണ്ട് കൊടുക്കുക, to loss on redemption, to profit on redemption of debenture account debit, capital reserve account debit to loss on redemption of debenture. ഇതായിരിക്കും എൻട്രി വരിക. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.